ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് വേണ്ടതെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കാനും എളുപ്പമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് 5 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു റോബസ്റ്റ പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് തേങ്ങയും പഴമൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരത്തക്ക രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയും 1 കപ്പ് അളവിൽ വെള്ളവും കൂടെയും ചേർത്ത് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ച് എടുക്കാം. അരിപ്പൊടി പൂർണ്ണമായിട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഈ പരുവത്തിലൊന്ന് കിട്ടും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 ഏലക്ക ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കയ്യിൽ തൊടാൻ പാകത്തിനുള്ള ചൂടിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എള്ളു കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് അരിപ്പൊടി എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാനൊരു സർക്കിൾ ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഷേപ്പ് ആക്കിയെടുത്തിട്ടുള്ള ഈ പലഹാരം നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.